ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താ സംഭവമെന്ന്. ഇന്നത്തെ കാലത്തെ ഡോക്ടർമാരുടെ അടുത്ത് പോണവരെ ഒന്ന് നന്നായിട്ട് നിങ്ങളുടെ ശരീരം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ECGയും എക്സ്റേയും പിന്നെ അതുപോലെ തന്നെ സ്കാനിങ് എല്ലാം ചെയ്തതിന് ശേഷം ആ സ്കാനിൻ്റെ റിപ്പോർട്ട് എല്ലാം നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ട് നോക്കി അതിനകത്ത് ഒരു കുഴപ്പമില്ല, ഈ അസുഖത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, അതിലൊരു മുഴയാണെങ്കിൽ മുഴ അങ്ങനെയൊക്കെ നോക്കി ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഇനി ഡോക്ടർമാരുടെ അടുത്തിട്ട് പോവൂ. കാരണം ഇവർ ഓപ്പറേഷൻ ചെയ്യണ സാധനം സൂചി കത്രിക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അതിനകത്ത് തിരികെ കയറ്റും. പഞ്ഞി വരെ തിരികെ കയറ്റുന്ന ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർ ചെയ്തിട്ട് അവർ ചെയ്തില്ല എന്ന് പറയും. അപ്പോൾ 2021 വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു വീട്ടമ്മയ്ക്ക് പറ്റാണിത്. അപ്പോൾ അവർ 6 വർഷം ആ വേദന സഹിച്ച് ഇപ്പോൾ ആ ഡോക്ടർ പറയണമെന്ന് വെച്ചാൽ ആ ഡോക്ടറല്ല ചെയ്തിട്ടില്ലെന്ന്. ആ ഡോക്ടർ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അവരത് ആ കത്രിക കണ്ടിട്ടേ ഇല്ല. അതൊരു ചെറിയ കുഞ്ഞു സാധനം എന്നാണ് അവർ പറയണത്. ഒരു എക്സ്ട്രായിൽ അവർ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു കത്രികയാണെന്ന്. ഇങ്ങനെ കത്രിക നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോക്ടർമാരുടെ കയ്യിൽ തൊഴുതൊരു കത്രിക ഇരിക്കണം കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം ഇനി എല്ലാവരും മാക്സിമം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രോഗി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്ന മുമ്പേ നിങ്ങളുടെ ശരീരം ഒന്ന് നേരെ സ്കാൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തിൻ്റെതല്ലാതെ ഒരു സൂചിയോ ഒരു മുട്ടുസൂചിയോ ഒരു പഞ്ഞിയോ ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇപ്പം ഞാൻ ഉൾപ്പെടെ എന്നിട്ട് മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷനായിട്ട് നിന്ന് കൊടുക്കാവൂ. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ഡോക്ടർ ഏൽക്കണില്ലെന്ന് വെച്ചാൽ ഒട്ടും ഏൽക്കണില്ല, അവർ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഈ ഒരു ചാനലൊക്കെ കൊണ്ട് നടക്കണം അല്ലേ? ഇത്രയെങ്കിലും പറഞ്ഞില്ല. ഇതിപ്പോൾ വന്ന് ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് എടുത്തിടണമെന്ന് തോന്നിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. മനുഷ്യൻ്റെ അവസ്ഥയാണേ. അതൊക്കെ ഡോക്ടർമാരെ ദൈവത്തെ പോലെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഡോക്ടർമാരെ നമുക്ക് കാലന്മാരായിട്ടാണ് മാറിയിരിക്കുന്നത് അല്ലേ?